ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളെപ്പോലെ വെറും സാധാരണക്കാരുടെ കാര്യം പറയാനാട്ടോ. കാരണം അന്നന്ന് പണിയെടുത്താൽ അന്നന്ന് ജീവിക്കാൻ പറ്റുന്ന ആൾക്കാരാണ് നമ്മളൊക്കെ അല്ലേ. ഒരു ദിവസം പണിക്ക് പോയില്ലേ പിറ്റത്തെ ദിവസം എന്ത് ചെയ്യും ദൈവമേ, കട എങ്ങനെ വീട്ടും, അവിടെയൊക്കെ എങ്ങനെ കൊടുക്കും, ഇങ്ങനെ കൊടുക്കും, ആ ഒരു ആദിയിൽ ജീവിക്കുന്ന ആൾക്കാരാണ് നമ്മളൊക്കെ അല്ലേ. അപ്പം നമ്മൾ നമ്മുടെ മറ്റ് സന്തോഷങ്ങൾക്കോ, നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളും സന്തോഷങ്ങളൊക്കെ ഉണ്ടാവും. ടൂറ് പോകണമെന്നോ അല്ലെങ്കിൽ കുറേ അമ്പലങ്ങളിൽ പോകണമെന്നോ അവിടെ കാണണം ഇവിടെ ഒക്കെ ആഗ്രഹങ്ങളുണ്ടാകും. പക്ഷെ നമ്മുടെ മുന്നിലെ അവസ്ഥ കാരണം നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഇന്നിപ്പോൾ 100 രൂപയുടെ പണിയെടുത്താൽ നമുക്ക് 150 രൂപ ചിലവുണ്ടാവും അല്ലേ. അപ്പോൾ അതെങ്ങനെ ഒപ്പിക്കും, അങ്ങനെ മക്കളെ പഠിത്തം എങ്ങനെ നോക്കും, മക്കളെ കാര്യങ്ങൾ എങ്ങനെ നോക്കും എന്ന് വിചാരിച്ച് നമ്മൾ ആദ്യത്തെ ഓരോ ദിവസം തള്ളി നീക്കി ജീവിക്കുകയായിരിക്കും. ലാസ്റ്റ് എല്ലാം കഴിഞ്ഞ് മക്കളെയൊക്കെ ഒരു വഴിക്കാക്കി കഴിഞ്ഞ് നമ്മുടെ ആഗ്രഹങ്ങൾ നടത്താമെന്ന് വിചാരിച്ചാലോ അന്ന് ചിലപ്പോൾ നമുക്ക് പോകാൻ പറ്റിയില്ല. പക്ഷേ ഈ നമ്മൾ നോക്കി നമ്മുടെ മക്കൾ നമ്മളെ കൊണ്ടുപോകണമെന്നില്ല. അപ്പോൾ കിട്ടുന്ന സമയത്ത് നമുക്ക് ഉള്ളത് കടവും വള്ളിയൊക്കെ ആവും. ദൈവം നമ്മളെ ഇങ്ങോട്ട് വിട്ടിട്ടുണ്ടെങ്കിൽ ദൈവം എന്തെങ്കിലും ഒരു വഴി കാണും. അപ്പം നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് നമുക്ക് എവിടെയെങ്കിലും പോകാൻ ആഗ്രഹങ്ങളുണ്ടെങ്കിലോ, നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ ആഗ്രഹങ്ങളുണ്ടെങ്കിലോ, നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹങ്ങളുണ്ടെങ്കിലോ അതൊക്കെ നമ്മൾ ചെയ്യണം കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ മറ്റുള്ളവരെ കാര്യം കൂടെ നോക്കി മുന്നോട്ട് പോകാൻ. അല്ലെങ്കിൽ ലാസ്റ്റ് നിങ്ങളെ ഇത്രയും കഷ്ടപ്പെട്ട് നോക്കിയിട്ട് എനിക്ക് ഇപ്പോൾ എനിക്കൊരാഗ്രഹം പറയുമ്പോൾ നിങ്ങൾ എന്നെ സാധിച്ചു തന്നില്ലല്ലോ, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ കൊണ്ടുപോയില്ലല്ലോ, അങ്ങനെ മക്കളോട് പറയേണ്ട അവസ്ഥ നമുക്ക് വരാൻ പാടില്ല. കാരണം നമ്മുടെ ചെറുപ്പത്തിൽ നമ്മളെ അമ്മമാർ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടു. ഇപ്പം നമ്മൾ വലുതായി കഴിഞ്ഞപ്പോൾ നമുക്ക് അവരൊരിടത്തേക്ക് കൊണ്ടുപോകാനോ അവരെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാനോ നമുക്ക് വരുന്നില്ല. അപ്പം നമ്മുടെ മക്കളെ പുറകെ പായാണ്. അപ്പോൾ നമ്മുടെ മക്കൾ വലുതാകുമ്പോൾ അവരെ മക്കളെ പുറകെ പോകുമ്പോൾ നമ്മളെ നോക്കിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആഗ്രഹങ്ങൾക്കൊത്ത് നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ നിറവേറ്റുന്നതിൻ്റെ കൂടെ നമ്മുടെ മക്കളെ കാര്യങ്ങൾ നോക്കുക. അപ്പോൾ നമുക്ക് മക്കളോട് നിങ്ങൾ ഞങ്ങളെ നോക്കിയില്ല, നിങ്ങൾ കൊണ്ടുപോയില്ല എന്ന് പരാതി പറയേണ്ട അവസ്ഥയും വരില്ല. അവർക്കിപ്പോൾ നമ്മളെ നോക്കാൻ നേരമില്ല എന്ന് നമ്മൾ സ്വയം സങ്കടപ്പെടേണ്ട കാര്യം വരില്ല കേട്ടോ. അപ്പോൾ ആലോചിക്കേണ്ടത് നമുക്ക് അവിടെ അമ്മമാരോ അച്ഛന്മാരോ ഉണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ എപ്പോഴും കൊണ്ടുപോകണമെന്ന് പറയില്ല, മാസത്തിൽ ഒരിക്കലെങ്കിലും അവരടുത്ത് പോയിട്ട് അവരെ ആഗ്രഹങ്ങളും അവരെ ഇഷ്ടങ്ങളും ഒക്കെ ചോദിച്ച് മനസ്സിലാക്കി ഇടയ്ക്ക് അവരൊന്ന് പുറത്ത് കൊണ്ടുപോകുക. ഇടയ്ക്ക് അവർക്ക് എന്തെങ്കിലും പുറത്ത് കൊണ്ടുപോയി ഭക്ഷണമൊക്കെ വാങ്ങിക്കൊടുത്ത് അവരെ സന്തോഷത്തോടെ ഇരുത്താൻ നോക്കണം കേട്ടോ. അതവർക്ക് വലിയ സന്തോഷമായിരിക്കും. അപ്പം ഞാൻ പറഞ്ഞത് ശരിയല്ലേ?